മനസ്സിൽ ശരിക്കും കുറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ആരാണ് എന്നെ കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്. അയാളെ വകവരുത്താൻ ആരാ മടിക്കാൻ. ഇതും കൂടി ആയപ്പോൾ ആനയ്ക്ക് കാരണം കൂടി ലഭിച്ചപ്പോൾ ആ സുബോധമില്ലാത്തതായിട്ടുള്ള ആനക്കാരെ കയറി പിടിച്ച് കുത്തി മലത്തി വലിച്ചേറി നിങ്ങളുടെ പത്രത്തിൽ മറ്റെല്ലാം കണ്ടിട്ടുണ്ട്, ടി വിയിൽ മറ്റും കണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ ദാരുണമായ നിലയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം ആന സുഖമായിട്ട് അങ്ങനെ പോയി. ആന കെട്ടിയ സമയത്ത് ആനയ്ക്ക് 2 മാസം പൊലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നേരിയ പ്രകോപനം മതി. നീരുള്ള സമയത്ത് നേരിയ പ്രകോപനം, കല്ലുകൊണ്ടുള്ള ഏറെ തന്നെ മതി, ആന കുഴപ്പമുണ്ടാകാൻ. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നീരിൽ ആന കൊണ്ടുപോകുന്നതിൽ ഇങ്ങനത്തെ വിഷമം ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കണം. ആ പ്രകോപനത്തെ കാര്യം മനസ്സിലാക്കണം. അതിൽ നിന്നാണ് ആനയ്ക്ക് ഈ പ്രതികാര ബുദ്ധി ഉടലെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ആനക്കാരെ മാത്രമല്ല, ചിലപ്പോൾ ഉടമസ്ഥനോടുകൂടി തന്നെ ചിലപ്പോൾ ആനയ്ക്ക് ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവും. കേരള പെരുമ്പാവൂരൊരു ആന, ശീലന്തി ഒറ്റക്കൊമ്പൻ ആന രാമേന്ദ്രൻ, നല്ല പണിയാനയാണ്. പണിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 മണി കഴിയുമ്പോൾ ആന പണി നിർത്തി. പിന്നെയും കുറച്ച് പണിയിപ്പിക്കണമെന്ന് വെച്ചപ്പോൾ ഉടമസ്ഥ വന്ന് പറഞ്ഞു, ആനയൊക്കെ പറഞ്ഞു, ആനക്കാരൻ പറഞ്ഞു ആനയെ കുറേ കൂടി പണിയിപ്പിക്കണമെന്നുണ്ട്. ആ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായി. ആന ഓടി വന്ന് ഇയാളെ വലിച്ചെറിഞ്ഞ് മുകളിലേക്ക് എറിഞ്ഞ് കുത്തിക്കൊന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം അത്തരത്തിലുണ്ടാവാം. അതുകൂടാതെ ചില ആനകൾക്ക് സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റാത്തതായിട്ടുള്ള സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇല്ല എന്ന് നമുക്കത് പറയാനൊക്കെ. എനിക്ക് തന്നെ സ്വയം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ദാവങ്കരി എന്ന ഒരു സ്ഥലത്ത് ഒരു ആനയെ ചികിത്സിക്കാൻ ഞാൻ പോയി. ആനയ്ക്ക് കാലിന് അസുഖമാണ്. എന്നെ പിന്നെ പോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. ഒരു 10-18 വയസ്സായിട്ടുള്ള ആനയാണ്. ആനയ്ക്ക് നല്ല ബന്ധുസുണ്ട്. ആന നിർത്തിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കൊടുത്തു. അതുകൊണ്ട് പോരുന്ന സമയത്ത് ആന നടക്ക് കെട്ടിയിട്ടുണ്ട്, അമരത്തിൽ കെട്ടിയിട്ടുണ്ട്. എൻ്റെ നടയിൽ ആനക്കാരൻ നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആന കൈ നീട്ടിക്കഴിഞ്ഞാൽ എത്താത്ത ദൂരത്താണ് ഞാൻ നിന്നത്. ഞാനുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഞാൻ സാധാരണ തൊട്ടടുത്ത് നിൽക്കാറില്ല. വളരെ ആന ചാടിക്കഴിഞ്ഞാലോ എത്താൻ ദൂരത്തെ സാധനം. പക്ഷേ ഈ ആനകളൊക്കെ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു പീരിയാക്കാൻ പറഞ്ഞു. ആന പീരിയാക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആന ചാടി, മുന്നോട്ട് ചാടി, ഒരടിയോടെ മുന്നോട്ട് വന്ന് ആന കോമ്പൗണ്ടിൻ്റെ ഇവിടെ ഈ മുഖത്ത് ഈ എല്ലിൽ ഇടിച്ചു. പക്ഷേ എന്ന് ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ദൈവവിശ്വാസിയായ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് സമയത്തും എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഏത് അപകട മേഖലയിൽ പോയി കഴിഞ്ഞാലും എന്നെ രക്ഷപ്പെടുത്തുന്നത് എൻ്റെ ദൈവാനുഗ്രഹമാണ്. ആ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 1 സെന്റിമീറ്റർ മുകളിൽ പോയിരുന്നെങ്കിൽ എൻ്റെ വലത്തെ കണ്ണ് പോകുമായിരുന്നു. 1 സെന്റിമീറ്റർ താഴെ ആയിരുന്നെങ്കിൽ ഈ താടിയിലെ പല്ലും താടിയും പോകുമായിരുന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരം. ഞാൻ ഗുരുവായൂർ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഗുരുവായൂരം എന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് പ്രവചിക്കുന്നില്ല. സകല ബന്ധുവസുണ്ട്. എൻ്റെ പാപ്പ നേരെ മുന്നിൽ കാലിൽ നടയിൽ ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൂടി തന്നെ എന്തുകൊണ്ട് ആനയ്ക്ക് ഇങ്ങനെ തോന്നി, ചാടിക്കേട്ട് എന്നെ ഇടിക്കാമെന്ന് തോന്നി? ചിലപ്പോൾ എന്താ വെച്ചാൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ ആയിട്ടുള്ള വേദന കൊണ്ട് മറ്റായിരിക്കും. കാരണം പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഉദാഹരണം മാത്രം, ഇതൊരു പല ഉദാഹരണങ്ങളും പല ഉടമസ്ഥന്മാർക്കും ആനക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആനയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമൊന്നുമില്ല. നമ്മൾ ആനയെ പരിപാലനം ചെയ്യുന്ന സമയത്ത് കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഒരു കാരണം, ഒരു നാട്ടിൽ പ്രസവിച്ചായിട്ടുള്ള ആനകൾ അപകടകാരികളാണെന്നുള്ളത്. അധികം ആനകൾ നാട്ടിൽ പ്രസവിക്കാറില്ല, കാട്ടിലാണ് പ്രസവിക്കാറ്. പക്ഷേ അപൂർവം ചില ആനകൾ നാട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോയിട്ടുന്നുണ്ട്, ഉടമസ്ഥന്മാർ പോയിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള ആനകൾ അപകടം ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ചില നാട്ടിൽ പ്രസവിച്ച ആനകളെ ആനപന്തിയിലിട്ട് അതിനെ മെരുക്കി കൊണ്ടുവരുന്നുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്നും ആനക്കാരൻ്റെ ചൂട് കെട്ടി നടക്കുന്നതായിട്ടുള്ള ആനയ്ക്ക് ഈ ആനക്കാരനോട് പേടി ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ പേടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആനകൾ വളരെയധികം പ്രകോപിതരാകുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കേട്ടിരിക്കും അക്ബർ എന്നൊരാന. മാനന്തവാടിയിൽ പ്രസവിച്ച അക്ബർ 10-15 പേരെ അത് വക വരുത്തിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഒന്നാം പാപ്പാമാനെ ആണ് വകവരുത്തിയിട്ടുള്ളത്. അത് അവസാനം ആന ചിരിക്കും. നാട്ടിൽ പ്രസവിച്ചാണ്, പന്തിയിൽ കെട്ടി അതിനെ മെരുക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലാണ് നമ്മൾ സൂക്ഷിക്കണം. ഇന്നും അന്ന് ചില ആനകൾ അങ്ങനെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു ആനയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂർ പരമ്പ് അത് പ്രസവിച്ചാണ്. കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ആനയാണ്. പക്ഷേ അതിൻ്റെ സ്വഭാവം ഇതുപോലെ തന്നെയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആ വിജ്ഞാന കേന്ദ്രം തുറന്നത് തന്നെ ആനയെപ്പറ്റി കൂടുതൽ അറിയുക, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആനയെ അറിയുക എന്നുള്ളതാണ്. ആനയെ അറിഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും, ശാരീരികമായിട്ടുള്ള പ്രക്രിയകൾ, ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആനകൾ, ആനയുടെ ഉത്ഭവം, ചരിത്രം, ഇതൊക്കെ ജനങ്ങളെ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ആന സംരക്ഷണ സമിതി ഇന്ന് വളരെ ചെലവ് ചെയ്തിട്ട് ആ വിചാര കേന്ദ്രം അവിടെ ഇന്ന് സ്ഥാപിച്ചത്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനെ പറ്റിയിട്ട്, ആന ഓടുന്നതിനെ പറ്റിയിട്ടോ ആന ഓടാതിരിക്കുന്നതിന് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ചർച്ച നടത്താൻ ഞാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ പണിക്കർ, പ്രൊഫസർ മാതാമുടി, മാന്യ സദസ്യരെ, ആനകൾ അടുത്ത കാലത്തായിട്ട്, അല്ലെങ്കിൽ പണ്ട് തന്നെ, ഇതിപ്പോൾ ഇത്ര മീഡിയ കവറേജുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരും അറിഞ്ഞിരുന്നില്ല. ഒരു 10-40 കൊല്ലം മുമ്പ് തൃശ്ശൂർ ടൗൺ പരിസരത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചുറ്റുപാടുകൾ വളരെ കുറവാണ് ആനകളുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലും അതെ. എൻ്റെ പഞ്ചായത്തിൽ നിന്ന് 7-8 ആനയുണ്ട്. പണ്ട് ബോധന മനക്കിന് മാത്രമേ ആനയുള്ളൂ, 1-2 ആനകൾ. അപ്പൊ ആ കാലഘട്ടത്തിൽ ആനകൾ മൊത്തത്തിൽ നാട്ടാനകൾ കുറവായിരുന്നു. വളരെ സെലക്ട് ചെയ്ത എണ്ണങ്ങൾ മാത്രമേ നാട്ടിൽ പോയിട്ടുള്ളൂ. അത് നമ്മുടെ പൂർവികരെന്താ ചെയ്തിരുന്നെന്ന് വെച്ചാൽ, നല്ലൊരു ആനക്കുട്ടിയെ വാങ്ങും, അല്ലെങ്കിൽ 2-3 ആനക്കുട്ടിയെ വാങ്ങും, വളർത്തി വലുതാക്കുമ്പോൾ അതിൽ ചെറുതിനൊക്കെ ഈ മലമ്പാട് വേനൽക്കാലത്ത് കാണും. ഇന്നിപ്പോ അത് കാസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നോ എന്തൊക്കെയോ മറുനാടുകളിൽ പല കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ അവര് അതിനൊന്നും ശ്രമിച്ചിരുന്നില്ല. അവര് ഈ ആനകളിൽ നല്ല സൗകര്യാർത്ഥം മരപ്പണിക്കാർക്ക്, അപ്പൊ ആ കാലഘട്ടത്തിൽ പറയുന്നത് വെച്ചാൽ വേനൽ നീളുള്ള ആന വെച്ചാൽ മാപ്പാരെ അന്വേഷിക്കണം. അന്ന് ഈ ഞങ്ങളുടെ വടക്ക് നാടുകളിലെ ഈ മുസ്ലിം സമുദായക്കാരായിരുന്നു ഈ മരപ്പണി. ഈ ആന അങ്ങനെ കാട്ടിൽ കിട്ടി. പിന്നെ ആ ആനയുടെ അഡ്രസ് ഇല്ല. അത് മരപ്പണിയായിട്ട് അവിടെ നടക്കും. ഒരു കണക്കിന് അത് നാട്ടിൽ ശല്യമില്ല. അവിടെ ഈ പണിയുടെ ഇടയിൽ പണി നിൽക്കും, മറുപാടുണ്ടാവുന്ന ആളെ കൊല്ലിട്ടൊന്നും ആരും അറിയാറുമില്ല. ഇതായിരുന്നു യഥാർത്ഥത്തില് ആ കാലഘട്ടത്തിലെ ചിത്രം. ഇന്ന് ഈ മീഡിയ ഇഗ്നോറൻസ് കാരണം എന്താണ് ഈ ആനകളൊക്കെ കൂടി വേനൽക്കാലത്ത് നീരാവണം. ഗുരുവായൂർ ദേവസ്ഥ ഈ തൂക്കുപട്ട സമ്പ്രദായം വരുന്നതിന് മുമ്പേ എത്ര ആനകളെ അവിടെ നീര് കെട്ടിയിട്ടുണ്ടെന്ന് അവിടെ കണക്ക് നോക്കിയാൽ അറിയാം. പക്ഷെ ഇന്നാവും ഏറ്റവും അധികം നന്നായിട്ട് ആനകളെ നോക്കി പരിശോധിച്ചിട്ട് അതിന്റെ ശാസ്ത്രീയ വശം, ഇത്ര കിലോഗ്രാം പട്ട വേണം ഒരാനയ്ക്ക്, എത്ര വെള്ളം വേണം, ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുനടക്കണം. ആ കാലഘട്ടത്തിൽ നന്നായിട്ട് നോക്കിയിരുന്ന ചില ആനകളുണ്ടായിരുന്നു. ആ ആനകളൊക്കെ അറിയപ്പോ പുല്ലാക്കോളം ഗോപാലൻ, അല്ല രാമചന്ദ്രൻ, വർഷക്കാലത്താണ് നീര്. ഏത് ആന മനസ്സിലെടുത്ത് നോക്കിക്കോളൂ. അതിൽ ഗ്രാനാട്ടൊക്കെ